നമ്മള് പെഞ്ച് നാഷണൽ പാർക്കിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഇനി എല്ലായിടത്തും ഇറങ്ങി എടുക്കാനൊന്നും കഴിയില്ല, കാരണം എല്ലായിടത്തും ടൈഗർ ക്രോസിംഗ് ഉള്ള ഇതാണ്. അപ്പൊ നമുക്ക് എല്ലായിടത്തും ഇറങ്ങാനും എടുക്കാനും ഒന്നും പറ്റില്ല ഇനി അങ്ങോട്ട്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ തുടക്കത്തിൽ തന്നെ ഇറങ്ങിയത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതുവഴി വന്നായിരുന്നു. ഇതുപോലെ ഒരു സ്ഥലത്ത് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഇറങ്ങിയായിരുന്നു. കാരണം അതിനപ്പുറത്ത് ഇവിടെ എല്ലാവരും ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. ഇതിന്റെ എൻട്രൻസിന്റെ അവിടെ അപ്പുറത്ത് ഒരു അമ്പലമുണ്ട്. അപ്പൊ എല്ലാവരും വണ്ടി നിർത്തി ആ അമ്പലത്തിലൊക്കെ കയറിയിട്ടാണ് മിക്കവാറുള്ളവരൊക്കെ പോവുക. ഓപ്പോസിറ്റ് സൈഡിലാണത്. വൈൽഡ് ലൈഫ് കോറിഡോർ, വന്യജീവി ഫ്രം ദി മാർഗ്, അതായത് ഇവരൊക്കെ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷെ ഇവര് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു, അതായത് ക്രോസ് ചെയ്യാൻ വാഹനങ്ങൾ പോകുന്നത് കൊണ്ട് അവരുടെ ഇതിന് തടസ്സമില്ലാത്ത രീതിയിൽ, അവരുടെ ആവാസ വ്യവസ്ഥയ്ക്കൊന്നും പ്രശ്നമാകാത്ത രീതിയിലാണ് ഇവര് ഈ ക്രോസ് ചെയ്യുന്ന സ്ഥലമൊക്കെ അവര് ആക്കിയിരിക്കുന്നത്. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ കാണാം നല്ല എലിവേറ്റഡ് ആയിട്ടൊക്കെയാണ് റോഡ് പണിഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിയിൽ കൂടി റോഡില് അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകാതെ ഇപ്പൊ ക്രോസ് ചെയ്യാനുള്ള വഴി അങ്ങനൊക്കെ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഞാനത് അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. കഴിഞ്ഞ പ്രാവശ്യം വന്നതാണ് ഇതുവഴി. ഇതിന്റെ അപ്പുറത്ത് ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞത് ഇതേ അവിടെ ഓപ്പോസിറ്റ് ഒരു അമ്പലം ഉണ്ട്. അപ്പൊ ഇവിടുത്തെ വഴി വരുന്ന ആൾക്കാര് ഇവിടെ നിർത്തിയിട്ട് അമ്പലത്തിലൊന്ന് കയറിയിട്ട് പോവാറുണ്ട്. അപ്പൊ നമ്മളും അതേപോലെ ഇവിടെ ഒന്ന് നിർത്തിയിട്ട് പോവാണ്. ഇതിന്റെ ഇടയിൽ ഇറങ്ങുന്നത് ശരിയല്ല. ഒന്ന് ടൈഗർ ക്രോസിംഗും ഈ ഉള്ളത് കൊണ്ടും പിന്നെ എന്താ പറയാ കടുത്ത ഫോറസ്റ്റ് ആയതുകൊണ്ടും നമ്മൾ ഇനി അങ്ങോട്ട് ഇറങ്ങി എടുക്കലോ ഒന്നും നടക്കില്ല. അത് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് നേരെ പോവാണ്. വണ്ടിയിൽ ഇരുന്നിട്ടുള്ളതൊക്കെ എടുക്കാം. എവിടെങ്കിലും ഇറങ്ങാൻ പറ്റുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് എടുക്കാം. ബ്രോ, അത് ടൈഗർ ഒക്കെ വരുമ്പോ അവർക്ക് കയറാനുള്ള മാർഗമാണെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ആ ബോർഡ് പോയി കഴിഞ്ഞാൽ അവർക്കത് തിരിച്ചറിയില്ല. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ, ഭയങ്കര വെയിലും ചൂടുമാണ്. നമുക്ക് ജസ്റ്റ് പോലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിപ്പോ രാവിലെ ആയതുകൊണ്ടാണ്. ഈ ഫോറസ്റ്റ് ഉണ്ടല്ലോടാ, ഇത് രണ്ട് ഡിസ്ട്രിക്റ്റിനെ നടുക്കൂടെയാണ് പോകുന്നത്. രണ്ട് ഡിസ്ട്രിക്റ്റിനെ ഡിവൈഡ് ചെയ്തുകൊണ്ടാ പോകുന്നത് പെഞ്ച് നാഷണൽ പാർക്ക്. ഒന്ന് സിയോണിയാണ്, ഒന്ന് ഞാൻ പേര് എനിക്ക് ഓർമ്മയില്ല, വേറൊരു ഡിസ്ട്രിക്റ്റും കൂടി ഉണ്ട്, നമ്മൾ കേൾക്കുന്ന ഒരു ഡിസ്ട്രിക്റ്റും കൂടി ഉണ്ട്. കുറച്ചുകൂടെ അങ്ങോട്ട് പോയി, ഇപ്പൊ ഇവിടുന്ന് തുടങ്ങും. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഫെൻസിങ്, കിടങ്ങ്. ഇപ്പൊ ഇവിടെ തന്നെ റോഡ് കുറെ പൊക്കത്തിലാണ്. ഇതിന്റെ താഴെ ഭയങ്കര താഴ്ചയുണ്ട്, കണ്ടോ? ഇതേപോലെ മഞ്ഞ കളറിലെ മതില്, ഫെൻസിങ് ഒക്കെ തുടങ്ങും. അവിടുന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് തുടങ്ങി ക്രോസ് ചെയ്യുന്ന ഏരിയയിലെല്ലാം ഫെൻസിങ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഞാനത് വണ്ടിയിൽ ഇരുന്നിട്ടാണെങ്കിലും കാണിക്കാം. മധ്യപ്രദേശിലേക്ക് കടക്കുകയാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് മധ്യപ്രദേശിലേക്ക് കടക്കുകയാണ്. അതിന്റെ ചെക്ക് പോസ്റ്റ് ആണ് അവിടെ. വെൽക്കം ടു ഇന്റഗ്രേറ്റഡ് മധ്യപ്രദേശ് ബോർഡർ ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര വെയിലാണ്, എല്ലായിടത്തും ഇറങ്ങി നിൽക്കാൻ പറ്റില്ല. അതാണ് അവിടെ ഇങ്ങനെ ചെക്ക് പോസ്റ്റിലേക്ക് പോകുന്ന വണ്ടികള്, ട്രക്കുകളൊക്കെ ഇങ്ങനെ വരിവരിയാ കിടക്കുന്നുണ്ട്. നമുക്ക് അതുവഴിയാണോ പോണ്ടേനി? അപ്പൊ നമുക്ക് അല്ലാണ്ട് പോകാനുള്ള ചെക്ക് പോസ്റ്റ് എവിടെയുണ്ട്? ഈ റോഡിൽ തന്നെ ഉണ്ട്. നമ്മള് കാറൊക്കെ ഇതുവഴിയാ പോകുന്നത്, ട്രക്കൊക്കെ അപ്പുറത്ത് വഴി ആ ചെക്ക് പോസ്റ്റിൽ കൂടെ പോകണം. അതാണ് അവിടെ കാണുന്നത്. കരിഞ്ഞു പോണ്, ഇറങ്ങി നിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഫുഡ് കഴിച്ചിട്ടില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് രാവിലെ നേരത്തെ ഇറങ്ങുകയും ചെയ്തു. ഫോറസ്റ്റിൽ കൂടെയാണ് പോകുന്നത്. എവിടെയും കഴിക്കാനോ ഒന്നുമുള്ള സ്ഥലമൊന്നും ഇല്ല. ഇനിയിപ്പോ ഇത് കൊറേ ദൂരം ഉണ്ട്. ഡാബ കിട്ടും എവിടെയെങ്കിലും. ഞങ്ങള് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാനുള്ള കാര്യം നോക്കണം. 2 ചായ മാത്രമാണ് കുടിച്ചത്. പോവാ വെയില് താഴ്ന്ന